Good morning, all of you. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. all of you take your slate എടുത്തേന്ന് എല്ലാവരും. സ്ലേറ്റ് എടുത്തോ? ഇങ്ങനെ ചിഹ്നങ്ങളെ പഠിപ്പിച്ചേ മിസ്. അപ്പൊ കാക്ക എന്നെങ്ങനെ എഴുതാം? ആ ചിഹ്നാണ് അവിടെ വരുക. കാക്ക എങ്ങനെ എഴുതുക കാക്കാന്ന്? നിങ്ങളിത് ഈ ചിഹ്നങ്ങളെ ബൈഹാർട്ട് പഠിക്കുകയല്ല വേണ്ട മക്കളെ, നിങ്ങൾക്കതൊരു ബേസ് ആണ്. ആ ചിഹ്നങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? പഠിച്ച് മനസ്സിലുണ്ടാവണം. എങ്ങനെയാ? കാന്ന് വരുമ്പോ ഏതാ ചിഹ്നം, അതുപോലെ ഈന്ന് കേൾക്കുമ്പം ഏതാ ചിഹ്നം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ചിരി എന്നൊക്കെ പറയുമ്പം ഏത് ചിഹ്നം അവിടെ വരുവാന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അന്ന് നമ്മൾ എഴുതി വെച്ച ഓർമ്മയുണ്ടോ? എങ്ങനെ ആ ചിഹ്നം എങ്ങനെയാ എഴുതണ്ടേ? ആന്ന് എഴുതി അതിന് നേരെ ആ ചിഹ്നം ഇടണം അല്ലേ? എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ നോട്ടില്? എഴുതി എല്ലാവരും? ഓക്കെ. കാക്കാന്ന് എഴുതുമ്പോ ആ ചിഹ്നം വരും. ഓക്കെ, നല്ല എഴുതിയിട്ടുണ്ട്. അപ്പൊ ഏതാ ചിഹ്നം എന്ന് മനസ്സിലായി അല്ലേ? അപ്പൊ എങ്ങനെയാ എഴുതണ്ടേന്ന് മിസ് കാണിച്ചതാ. ആദ്യം അന്ന് എഴുതിയതുണ്ടോ? നോട്ടിൽ എഴുതി വെച്ചോ എല്ലാവരും? നമ്മുടെ 2 ലൈൻ ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം. എങ്ങനെ? ആ എന്നിട്ട് ആ ചിഹ്നം. എനിക്ക് ആരും അതിന്റെ ഫോട്ടോ സെൻഡ് ചെയ്തൊന്നില്ലല്ലോ. ഇവിടെ ആരോ എഴുതിയിട്ടുണ്ട്. ഏബൽ മാത്യു എഴുതിയിട്ടുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെയാ എഴുതണ്ടേന്ന് മിസ് കാണിച്ചു തരാം. ആദ്യം നിങ്ങള് സ്ലേറ്റിൽ ഒരു കാര്യം, സ്ലേറ്റിൽ ഇപ്പം മിസ് പറയുന്നത് എഴുതുക കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എഴുതി കാണിച്ചു തരാം. അപ്പൊ ആന്നുള്ള ചിഹ്നം എഴുതേണ്ടത് ആന്ന് എഴുതുക. എന്നിട്ട് അതിന് നേരെ ഒരു ചെറിയൊരു ഹൈഫൺ ഇട്ടിട്ട് ആ ചിഹ്നം ഇതാ കാണുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്ക് കുറച്ചുകൂടി വലിപ്പത്തിൽ എഴുതേണ്ടി വരുമോ? കാണുന്നുണ്ടോ? ഇതാ ആന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് ആ ചിഹ്നം ഇടുക. ഇതുപോലെ എല്ലാ ചിഹ്നങ്ങളും നോട്ടിൽ എഴുതി വെക്കണം. അതുപോലെ ഇനി നെക്സ്റ്റ് ഈ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു വള്ളി. ഈ ചിഹ്നം ഇതല്ലേ നമുക്ക്? ചിഹ്നങ്ങളുടെ മേലെ എഴുതി ഇങ്ങനെ എഴുതുക. ഈ ഓക്കെ. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ? നോട്ട്ബുക്ക് എടുത്ത് നമുക്ക് ഈ ചിഹ്നങ്ങൾ എഴുതി വെക്കാം. അന്ന് എഴുതി വെക്കാത്ത കുട്ടികളില്ലേ? എല്ലാരും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ? റിച്ചാർഡ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. നോട്ടിൽ എഴുതിയോ? അപ്പൊ നോട്ടിൽ എഴുതിയ കുട്ടികളെ ഇന്ന് മിസ്സിന് ആ ഗ്രൂപ്പിൽ ഒന്ന് സെൻഡ് ചെയ്യണേ. ചിഹ്നങ്ങള് നല്ല നീറ്റിൽ മേലെ ചിഹ്നങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ് താഴെ ആന്നുള്ളത് ചിഹ്നങ്ങൾ എഴുതി വെക്കണം കേട്ടോ. സെൻഡ് ചെയ്യണേ. അപ്പൊ മിസ് എഴുതി കാണിക്കണ്ടല്ലോ. ഇപ്പം സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ കാക്ക എങ്ങനെ എഴുതാം സ്ലേറ്റില്? അന്ന് നോട്ടിൽ എഴുതിന്ന് പറഞ്ഞുകൊണ്ടാ മിസ് അത് വിട്ടത് കേട്ടോ. ആരെങ്കിലും എഴുതാത്തവരുണ്ടോ? ഇന്ന് എല്ലാ കുട്ടികളും ആ ചിഹ്നങ്ങൾ എഴുതി ഒന്ന് മിസ്സിന് ഫോട്ടോ സെൻഡ് ചെയ്ത് തരണം ഗ്രൂപ്പിൽ. നോക്കട്ടെ എല്ലാവരും എഴുതുന്നുണ്ടോന്ന് കേട്ടോ. ബിയോണ എഴുതിയോ? ബിയോണ എന്തിനോ കൈവെക്കുന്നുണ്ടല്ലോ. പ്ലീസ് അൺമ്യൂട്ട് ബിയോണ. നോട്ടിൽ എഴുതിയിട്ടില്ലായിരുന്നോ? ബിയോണ എഴുതിയില്ല? ഓക്കെ, ഞാൻ എഴുതി കാണിച്ചു. അപ്പൊ ഈന്ന് എഴുതുമ്പോ ഇനി നെക്സ്റ്റ് ഈന്നുള്ളതിന് എങ്ങനെയാ? ആ വള്ളിക്ക് ഒരു ചുരുക്ക് വള്ളിയായിരിക്കണം. ഇതാ കാണുന്നുണ്ടോ? കണ്ടോ?
മനസ്സിലാവുന്നില്ലേ? ഇതിൽ വൃത്തിയല്ലേ നിങ്ങൾക്ക് കാണുന്നത്? ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാണുന്നോ? കാണുന്നില്ലേ മക്കളെ? എഴുതരാൻ പറ്റൂടാ ഇത് കമ്പ്യൂട്ടറിൽ എഴുതരാൻ പറ്റുമോ? അമൃതയ്ക്ക് മിസ്സിനെ കേൾക്കുന്നുണ്ടോ നോക്കി. അമൃത അമൃത അപ്പുറത്തായിരിക്കും. അമൃത കേൾക്കുന്നുണ്ടോ മോളെ? അമൃത ഇതിലടാണല്ലോ. അമൃതയുടെ ഇതിലെഴുതാൻ പറ്റൂടാ ശ്രീക്കുട്ടി? നമുക്ക് സ്ക്രീൻ ഷെയർ. ഓക്കെ എഴുതിയ മക്കളെ അത്. അപ്പൊ ആന്നുള്ള ചിഹ്നം എഴുതുക. ഇതല്ലേ അമൃത? ഓക്കെ അമൃത പ്ലീസ് അൺമ്യൂട്ട്. അമൃത അൺമ്യൂട്ട് ചെയ്തേ. പിന്നില്ലേ മിസ് പറയുന്നൊന്നും കേൾക്കുന്നില്ല. ആർക്കും കേൾക്കുന്നില്ലേ മക്കളെ? ഇല്ല, ചെറുങ്ങനെ കേൾക്കുന്നില്ലോ. അതെ അല്ലേ? റിച്ചാടെ ഇപ്പൊ കേൾക്കുന്നുണ്ട് ടീച്ചറെ. ഓ കേൾക്കുന്നുണ്ടോ? ഓക്കെ ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ ചിഹ്നം മാത്രം മതി. ആ വേണ്ട ആവില്ല.
ഓക്കെ, ആ എന്നുള്ള ചിഹ്നം കണ്ടോ? നെക്സ്റ്റ് ഇ. അതുപോലെ നമ്മളെ ബുക്കിൽ എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും ചിഹ്നങ്ങൾ പഠിക്കാൻ. മനസ്സിലായോ മക്കളെ? കേൾക്കുന്നില്ലേ അമൃത? യെസ്, ഓക്കെ. അപ്പൊ ഇനി ഇനി ഓക്കെ, ശരിയാണല്ലോ അല്ലേ? അപ്പൊ നെക്സ്റ്റ് ഇത്ര ഭംഗിയില്ല അല്ലേ കാണാൻ? ഊന്ന് വരുമ്പോ എന്താ? ഇപ്പൊ പുഞ്ചിരി എന്നൊക്കെ എഴുതുമ്പം പാ എഴുതി ഊച്ചിനിടണം അല്ലേ? ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവണം ഏതാ ചിഹ്നങ്ങൾ എന്ന്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് മുഴുവൻ ഇതുപോലെ നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിക്കണം. എന്നിട്ട് ആ ചിഹ്നം ഇടുക. ഈ വള്ളി അല്ലേ? ഈ ചിഹ്നം ഇടുക. ഈ ചുരുക്ക് വള്ളി ഇടുക. ഊ ചിഹ്നം. ഉണ്ടോ? പൂവ്. പൂവ് എന്ന് എഴുതുമ്പോ ഏതാ ചിഹ്നം ഇടുക? നമ്മള് പാ എഴുതി ഈ ചിഹ്നം ഇടണം അല്ലേ? അന്നെന്താവും? ഈ പൂന്നില്ലേ ഇതായി പൂവ്. അങ്ങനെയാണ് പൂവ് എന്ന് എഴുതുക. ഇനിയോ? ഇനി ചിഹ്നം വേണം അല്ലേ? അറിയോ? ചിഹ്നം എങ്ങനെയാ എഴുതുക? കൃപ എന്നല്ല എഴുതുമ്പോ എന്താ നമ്മൾ എഴുതുക? ചിഹ്നം കാ എഴുതിയിട്ട് എന്നുള്ള ചിഹ്നം ഇടണം അല്ലേ? ഓക്കെ, കാണിച്ചു തരാം. ടു ലൈൻ ബുക്കിൽ എഴുതുമ്പോൾ നിങ്ങൾ 2 ലൈനും ടച്ച് ചെയ്ത് എഴുതണേ. അതിൽ ചെറിയ രീതിയിൽ എഴുതാൻ പാടില്ല. അത് ഒരു പേജിൽ മേലെ ചിഹ്നങ്ങൾ എഴുതി താഴെ അത് മുതൽ സ്റ്റാർട്ട് ചെയ്യണേ. ഇ ഊ അല്ലേ? എന്നല്ല എഴുതുമ്പോ എങ്ങനെ എഴുതാമ? കൃപ എന്നല്ല എഴുതണമെങ്കിൽ കാ എഴുതി ഇപ്പൊ കാണിച്ചു തരുവേ. ആ ചിഹ്നം എഴുതണം കേട്ടോ. ഓക്കെ, എഴുതി വെക്കണേ മക്കളെ എല്ലാവരും. എന്നിട്ട് ഇന്ന് തന്നെ എഴുതി ഫുൾ എഴുതിയിട്ട് മിസ്സിനെ അത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് തരണേ എല്ലാ മക്കളും. അപ്പൊ അല്ലേ? ഏതാ ചിഹ്നം? അല്ലേ? എങ്ങനെയാണ് ചിഹ്നം? എഴുതി ചെറിയൊരു ഹൈഫൻ ഇടണേ മക്കളെ നിങ്ങള്. എന്നിട്ട് ഈ ചിഹ്നം ഇടണം കേട്ടോ. ഇനി ആണ്. എങ്ങനെയാ? ഹൈഫൻ ഇട്ട് എന്നുള്ള ചിഹ്നം ഇടണം അല്ലേ? അറിയില്ലേ നിങ്ങൾക്ക്? കാണുന്നില്ലേ എല്ലാവരും? ഇനി എന്നുള്ളത് എങ്ങനെയാ? കേരളം എന്നല്ല എഴുതാൻ നമ്മൾ യൂസ് ചെയ്തില്ലേ? അതിലത്തെ ഫസ്റ്റ് കാക്ക് മുമ്പിലിട്ട ചിഹ്നമാണ് ചിഹ്നം. അപ്പൊ കേരളം എന്നല്ല എഴുതാൻ നമ്മൾ എങ്ങനെയാ ഇടുക? ഓക്കെ, കേരളം. ആ ചിഹ്നം ഇട്ടിട്ട് കാ എഴുതിയാൽ മതി അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഏതാ? കഴിഞ്ഞ ആണല്ലേ? അപ്പൊ അതുവരെ എല്ലാവരും എഴുതിയെടുത്തോ? എഴുതി ചിഹ്നം ഇടുക. എഴുതി വള്ളി ഇടുക, ഹൈഫൻ ഇടണേ. അത് കഴിഞ്ഞ് എഴുതി ഒരു ഹൈഫൻ ഇട്ട് ചിഹ്നം ഇടുക. പിന്നെ എഴുതുക, ഒരു ഹൈഫൻ ഇടുക, എന്നുള്ള ചിഹ്നം ഇടുക. ചിഹ്നം ഇടുക ആദ്യം. അത് കഴിഞ്ഞ് എന്നുള്ള ചിഹ്നം ഇടുക. പിന്നെ ചിഹ്നം ഇടുക അല്ലേ? ഹൈഫൻ ഇട്ടിട്ട്. പിന്നെ എഴുതുക, ചിഹ്നം ഇടുക. എഴുതുക, ചിഹ്നം ഇടുക. ഓക്കെ,
അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാ എഴുതേണ്ടത്? ഇപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ആ കാക്കാന്ന് എങ്ങനെ എഴുതാൻ ആ ഇല്ല ചിഹ്നം പഠിച്ചു. പിന്നെ ചിരി, പിന്നെയോ കീരി നല്ല എഴുതാൻ ഈ ചുരുക്ക് ചിഹ്നം ഇടണം അല്ലേ? ഓക്കെ. പിന്നെ ഏതാ പുഞ്ചിരി. പിന്നെ പൂവ് നല്ല ഊന്നുള്ള ചിഹ്നം ഇട്ടു. പിന്നെ ഏതാ കൃപ. പിന്നെ ഏ ചെവി നല്ല എഴുതാൻ ഏ ചിഹ്നം ഇടണം. ചാക്കോമ്പില് ഏ എന്നുള്ള ചിഹ്നം ഇട്ടാല് ചെവി. പിന്നെയോ ഏ ചിഹ്നം കേരളം നല്ല എഴുതാൻ ഇടുന്നത് കാക്ക മുമ്പിൽ ഏ ചിഹ്നം അല്ലേ? അത് കഴിഞ്ഞ ഏതാ ഐ അല്ലേ? തൈര്. തൈര് എന്നല്ല എഴുതുമ്പോ ഏതാ നമ്മൾ എഴുതുക? രണ്ട് ഏ പോലത്തെ ചിഹ്നം രണ്ടെണ്ണം ഇടണം അല്ലേ? ഓക്കെ. അപ്പൊ തൈരിന് എങ്ങനെയാ എഴുതുക നിങ്ങൾ? രണ്ട് ഏ എന്നുള്ള ചിഹ്നം ഇട്ട് താഴെ എഴുതണം അല്ലേ? എഴുതി ചന്ദ്രക്കല ഇടണം. അപ്പൊ ഐ എന്നുള്ളതിന് നേരെ ഒരു ഹൈഫൺ ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഐ ചിഹ്നം ഇടണം. ഏ ചിഹ്നം ഇപ്പൊ നമ്മൾ ഇട്ടില്ല, അതുപോലെ തന്നെ രണ്ടെണ്ണം ഐ. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങള്? ഐ. ഓക്കെ. അപ്പൊ തൈര് എന്നല്ല എഴുതാൻ ഈ ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ? കൈത നല്ല എഴുതുമ്പോ ഈ ചിഹ്നം ഉപയോഗിക്കണം. ഇനിയോ ഐ ഓ ആണ് അല്ലേ? ഓ എന്നുള്ള ചിഹ്നം എങ്ങനെയാ? ഒരേ ചിഹ്നം ഇട്ട് പിന്നെ ഒരാ ചിഹ്നം ഇടണം അല്ലേ? ഓക്കെ. കൊക്ക് എന്നല്ല എഴുതാൻ നമ്മൾ അതാ എഴുതണ്ടേ അല്ലേ? എഴുതാ ഒരേ ചിഹ്നം. വിചാരിച്ചപ്പോ എനിക്ക് പറ്റുന്നില്ല മക്കളെ അത്. അതെന്താ ആദ്യക്കുട്ടി എനിക്ക് ചിരി വരുന്നുണ്ടോടാ? ഓ ചിഹ്നം ഏതാന്ന് മനസ്സിലായോ? ഒരേ ചിഹ്നം ഇട്ട് ഒരു ആ ചിഹ്നം ഇടണം, അതാണ് ഓ ചിഹ്നം. ഓക്കെ. അപ്പൊ കൊക്ക് എന്നൊക്കെ എഴുതാൻ എങ്ങനെ എഴുതല് നമ്മള്? അതാ ഇടണ്ടല്ലേ? അപ്പോ ഓ ഓക്കെ, കറക്റ്റ്. ആ പിന്നെ നെക്സ്റ്റ് ഓ എന്നുള്ള ചിഹ്നം എങ്ങനെയുണ്ട്? അതിന് നടുക്കാണ്. ഇപ്പൊ ഈ ഓ ചിഹ്നം എന്ന് പറയുമ്പോ അതിന് നടുക്കാണ് അക്ഷരം വരുക അല്ലേ? കൊക്ക് എഴുതുമ്പോ ഏത് അക്ഷരം വരും? അതിന്റെ ഇടയില് കാ എന്നുള്ള അക്ഷരം വരും അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഓ എന്നുള്ള ചിഹ്നം എങ്ങനെയാ? ഏ എന്നുള്ള ചിഹ്നം ഇട്ട് ഒരു ആ എന്നുള്ള ചിഹ്നം ഇട്ടാ എന്തായി? ഓക്കെ, അതാണ് ഓ ചിഹ്നം. ഓക്കെ, കറക്റ്റ് ആയി, നമ്മൾ വിജയിച്ചു. ചിരിക്കൊന്നും വേണ്ട നിങ്ങള് കേട്ടോ. നെക്സ്റ്റ് ഔ ആണ് അല്ലേ? ഔഷധം. ഔഷധം എഴുതുമ്പോ ഏത് ചിഹ്ന വരുവാ? ഓക്ക് ശേഷം ഈ ചിഹ്നം ഇടണം അല്ലേ? എന്നാൽ എന്താവും? ഔ ഔ കൗ ചൗ മൗ. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ അക്ഷരങ്ങൾക്കും ശേഷം ഈ ചിഹ്നം ഇട്ടാല് ഔ എന്നുള്ള ഉച്ചാരണം വരും അല്ലേ? ഓക്കെ. ഇനി അമ്മ അറിയാലോ? അനുസ്വാരം അറിയില്ല നിങ്ങൾക്ക്? ഒരു കുഞ്ഞി പൂജ്യം, അതാണ് അന്നുള്ളതിന് നേരെ ഒരു കുഞ്ഞി, അതാണ് അനുസ്വാരം എന്ന് പറയും. ഓക്കെ. ഓക്കെ, ചെറിയ കുഞ്ഞായിപ്പോയി. ഓക്കെ. അപ്പൊ ഇത് ഇത്ര പോരെ. ആ ഈ ഉ ഊ ചിഹ്നങ്ങളും എഴുതിയിട്ട്, അതുപോലെ ഐ ഓ ഔ അം ഇത്രയും അക്ഷരങ്ങളെ ഹൈഫൺ ഇട്ട് ചിഹ്നങ്ങൾ എഴുതി മിസ്സിന് വാട്സപ്പിൽ സെൻഡ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ചെയ്യില്ലേ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം ഇപ്പം കഴിയുവേ അല്ലെ? അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൂക്കാലം എന്നുള്ളൊരു കവിതയാണ് എടുക്കേണ്ടത് അല്ലേ? എല്ലാരും കണ്ടിരുന്നോ? പൂക്കാലം എല്ലാവർക്കും ഇഷ്ടാണോ? എങ്ങനത്തെ കാലത്തിനാ പൂക്കാലം എന്ന് പറയുക? അറിയോ ആർക്കെങ്കിലും? പിച്ചാടേ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. എങ്ങനെയുള്ള കാലാണ് പൂക്കാലം? പൂവൊക്കെ നിറഞ്ഞ് പൂക്കളുള്ള കാലം. പൂവൊക്കെ നിറഞ്ഞ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു കുളിർമ നൽകുന്ന കാലാണ് ഏത്? പൂക്കാലം അല്ലേ? പൂക്കളൊക്കെ
വലിയവർക്കായാലും ചെറിയ കുട്ടികൾക്കായാലും ഒക്കെ നല്ല സന്തോഷം പകരുന്ന ഒരു സമയമാണ് ഏത്? പൂക്കാലം അല്ലേ? ഓക്കെ, ആ പൂക്കാലത്തിനെ കുറിച്ച് നമുക്ക് ഇനി പഠിക്കേണ്ടത് അല്ലേ? ഇനി അടുത്തത് പൂന്തോട്ടാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലേ? അപ്പൊ പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല പൂന്തോട്ടം എന്നാണേ കവിതയുടെ പേര്, മിസ്സിന് തെറ്റിപ്പോയതാണേ. അപ്പൊ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടത്തിനെയാണ് നമ്മളെ കാണിച്ചു തരുന്നത് അല്ലേ? അപ്പൊ നിറച്ചും പൂന്തോട്ടത്തിൽ ഉദ്യാനത്തിൽ എന്തുണ്ട്? പൂക്കളൊക്കെ വിരിഞ്ഞ് അവിടെ കളർഫുൾ ആയി നിൽക്കുന്നുണ്ട് അല്ലേ? പിന്നെയോ പച്ചപ്പ് നിറഞ്ഞ ഇലകളിലായി ഒരു പെൺകുട്ടി അതിലേ നടക്കുന്നുണ്ട് അല്ലേ? അതാണ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത്. എന്നാ കവിതയുടെ പേര്? പാഠം 5 പൂന്തോട്ടം. ഓക്കെ, അപ്പൊ പൂന്തോട്ടത്തിനെ കുറിച്ച് നമുക്ക് കുറെ പൂക്കളെ പറ്റിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ചിഹ്നങ്ങൾ എഴുതി മിസ്സിന് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരണേ. ഓക്കെ, ബൈ, സീ യു. എല്ലാരും എഴുതി വിടണേ കേട്ടോ. ഓക്കെ, ബൈ. അതിന്റെ പിന്നെ ഓക്കെ, ബൈ, സീ യു. ഇന്ന് നമുക്ക് കട്ടലായി കേൾക്കാണ്ടല്ലായി എന്തൊക്കെയോ ആയി അല്ലേ? ഒരു സുഖം ഉണ്ടായിരുന്നില്ല ക്ലാസ്സിന്. ഓക്കെ.